ഇന്ന് നമ്മുടെ ടൂർ വ്ലോഗിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂരായിരുന്നു. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് കൂർഗിലോട്ടാണ്. അവിടുത്തെ ഗോൾഡൻ ടെമ്പിളും ബാംബു ഫോറസ്റ്റും ഹാരംഗി ഡാമും കണ്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ഒരു വ്ലോഗാണ്. ഇർഫാൻസ് വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ ഇപ്പോൾ മൈസൂരാണ്. ഞങ്ങൾ ഇനി ഇവിടെ നേരെ പോകുമ്പോൾ ഇതിലോട്ടാണ്. ഹലോ ഗായ്സ്, ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡെന്ന് പറയുകയാണെങ്കിൽ രാവിലെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് മട്ടൻ മന്തിയാണ്. അതിവിടെ ഹലീമും ഉണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. എല്ലാവരും വരും, കിട്ടും. മട്ടൻ മന്തി തന്നെ കിട്ടും. അതെ ഗൈസ്, കഴിഞ്ഞ വ്ലോഗിൽ എൻഡിങ് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് മൈസൂരിൽ നിന്ന് നേരെ പോകുന്നത് കൂർഗിലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ താമസിച്ച റിസോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഒരു സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ കൂർഗ് ഹാരംഗി ഡാം. പറയാതിരിക്കാൻ വയ്യ, നമ്മൾ കൂർഗ് എത്തിയപ്പോ തന്നെ ഒടുക്കത്തെ ചൂടായിരുന്നു. നമ്മൾ ടാനായി ഊപ്പാട് വന്നുപോയി. ഡാമിന്റെ ഒരു ടോപ്പ് വ്യൂ ഒക്കെ കാണിച്ചു തരാമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ പോയത്. പക്ഷേ എന്റെ ഒരു പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ഡാം ക്ലോസ് ആയിരുന്നു. നമ്മളെയൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല. അങ്ങനെ നമ്മൾ ഏകദേശം അവിടുത്തെ ഒരു പാർക്കിൽ പോയി കുറച്ച് റീലൊക്കെ എടുത്തെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യം വിചാരിച്ചു ഇവിടെ പ്രത്യേകിച്ച് വലിയ ആക്ടിവിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറായിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ റീൽ എടുക്കുന്നത് തുടങ്ങി. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു. റീടേക്ക് ഒക്കെ എടുത്തും അതിന്റെ ഫണ്ണും പിന്നെ പാർക്കിലൊക്കെ കളിച്ചും ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇവിടെയൊക്കെ വോയിസ് ഓവർ അല്ലാതെ വ്ലോഗ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ശക്തമായി DJക്കും പൂളിനും ശേഷം എന്റെ തൊണ്ടയും ശരീരവും എല്ലാം പോയി കിടക്കുവാണ്. അങ്ങനെ ഡാമിന്റെ പുറത്തിറങ്ങി നമ്മൾ ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു റീലും കൂടെ എടുത്തിട്ട് നമ്മൾ ഈ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും മോരും സാമ്പാറും രസവും ആ ഒരു പൊരിച്ച മീനും എല്ലാം കൂടെ കൂട്ടിയ ചോറ് കഴിക്കാൻ കിടിലമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ഇൻ കൂർഗ് ബാംബു ഫോറസ്റ്റിലോട്ടാണ് സുഹൃത്തുക്കളെ. എന്താണ് കുതിരയുടെ കൊണ്ട് കഴിവേ? ചേട്ടാ ഇതിന്റെ വഴി എവിടെ? അയ്യോ കുതിരപ്പുറത്ത് കഴുതേ. അങ്ങനെ നമ്മൾ ബാംബു ഫോറസ്റ്റിന്റെ അകത്ത് കയറുവാണ്. കയറുമ്പോ തന്നെ ഒരു പാലമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാംബു ഫോറസ്റ്റിന്റെ അകത്ത് എത്തുന്നത്. പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല, ഒരു സാധാ ബാംബു ഫോറസ്റ്റ്, പിന്നെ കപ്പിൾസിന് പറ്റിയ ഒരു ഏരിയ. അയ്യോ ബാക്ക് ഇത് തന്നെ അവസരം. സാബു മാറ്റുന്ന പൈസ വാങ്ങും. അങ്ങനെ തെക്കും വടക്കൊക്കെ നടന്നപ്പോൾ ഒരു ട്രീ ഹൗസ് കണ്ട് അതിന്റെ മണ്ടയിൽ നമ്മളെല്ലാം കൂടെ വലിഞ്ഞു പിടിച്ച് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിന്റെ മണ്ടയെ വലിഞ്ഞു പിടിച്ച് കയറി പിന്നെ കുറച്ചു നേരം അതിന്റെ അത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വല്ലാത്തൊരു റിലാക്സേഷൻ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മളെ തേർഡ് ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് നമ്മളെ ഗോൾഡൻ ടെമ്പിൾ. കൂർഗിലുള്ള ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇതാണ് അവിടുത്തെ മെയിൻ എൻട്രൻസ്. അതുകൊണ്ട് ആ കാണുന്നതൊക്കെയാണ് അതിന്റെ ഗോപുരം. അങ്ങ് കാണുന്നത് ഇത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇത് കുറച്ച് നേരം ഷോ ഉണ്ട്. ദാണ്ടെ ഈ ഒരു ബിൽഡിംഗ് കഴിയുമ്പോഴത്തേക്കും ദാണ്ടെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിന്റെ ഒരു കിഡിലൻ വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ അങ്ങനെ നേരെ കയറി ചെന്നത് ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയൊരു മൊണാസ്ട്രിയിലോട്ടാണ്. ഇവിടുന്ന് ഞാൻ ഈ കാണുന്ന വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അതെല്ലാം കണ്ട് ഞാൻ നേരെ ഇതിന്റെ അകത്തോട്ട് കയറാൻ പോവാ. ഈ ഒരു മൊണാസ്ട്രിയുടെ തന്നെ വാൾസിലൊക്കെ നല്ല കിഡിലം പെയിന്റിങ്സ് ഒക്കെയാണ്. അത് മാത്രമല്ല അകത്തൊക്കെ കയറാൻ നമ്മൾ അതിശയിക്കുന്ന രീതിയിലുള്ള പണികളാണ് അവിടെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടുത്തെ തൂണുകളിലൊക്കെ ഡ്രാഗന്റെ ഒക്കെ ഓരോ സിമ്പിൾസ് ഒക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുവാണ്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ ബുദ്ധന്റെ ഒരു ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വായിച്ചിട്ട് നമ്മൾ നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ കുറെ ടെമ്പിളൊക്കെ കണ്ടിട്ട് ഇനി നമ്മൾ തപ്പുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ തംബ്നെയിലൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിസ്റ്റ് മോങ്ങിനെയാണ്. അത് ഇവിടുത്തെ ഒരു സന്യാസി. ഇന്നത്തെ ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിനി നേരെ ബുദ്ധനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ മാക്സിമം നോക്കി ഒരു ബുദ്ധനെ കിട്ടാൻ, പക്ഷെ കിട്ടിയില്ല. നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ കലുഷിതമായ തിരച്ചിലിനൊടുവിൽ നമുക്കൊരു ബുദ്ധിസ്റ്റ് മോങ്ങിനെ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ പോവുകയാണ്. അങ്ങനെ ടെമ്പിളിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും നാട് ആസിഫ് അടുത്ത ഒരു ബുദ്ധിസ്റ്റ് മോങ്ങിനെയും കൊണ്ട് വന്ന് അങ്ങനെ കണ്ണാടിയൊക്കെ കൊടുത്ത് നമ്മളാണെങ്കിൽ അടുത്തൊരു ഫോട്ടോ എടുത്ത് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ കൂർഗിന് യാത്ര പറഞ്ഞ് നമ്മൾ നേരെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ രാത്രി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല ചൂട് അൽഫാം മന്തി മയണൈസൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ കൃത്യം രാവിലെ 7 മണിയായപ്പോൾ നമ്മുടെ കോളേജ് എത്തി. ഓ മേക്കപ്പ് ഇടാത്ത ലുക്ക് ഇവിടെ നോക്ക്. ഞാൻ വെളുപ്പിച്ചോളാം എഡിറ്റിങ്ങിൽ. ഞാൻ താങ്ക്സ് പറയട്ടെ, ഒരു വോട്ട് ഓഫ് താങ്ക്സ്. ഇത്രയും ദിവസം നമ്മളെ ബോറടിപ്പിക്കാതെ എങ്ങനെ ഇവിടെ ഒരു താങ്ക്സ് പറയടാ മിസ്സേ. അടിപൊളിയായിരുന്നു അല്ലേ മിസ്സേ? സാറേ താങ്ക് യു. എല്ലാവരും അടിപൊളിയായിരുന്നു. ഡ്രിഫ്റ്റ് അടി ഹെലികോപ്റ്റർ ബൈ പറ.
ബൈ. അങ്ങനെ 4-5 ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിൽ പോകുന്ന സന്തോഷമാണ് കണ്ട് ഈ മുഖത്ത് കാണുന്നത്. ഫൈനലി ഞാൻ വീടെത്തി ഗായ്സ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ 3-4 ദിവസത്തെ നമ്മളെ ടൂർ താണ്ട് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ബൈ ദ ബൈ എൻഡ് ചെയ്തിട്ട് 2-3-4 ദിവസമായി. ഞാൻ കുറച്ച് എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിനും പിന്നെ എനിക്ക് സൗണ്ടൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അവസാനം എനിക്ക് കുറച്ച് ആൾക്കാർക്ക് പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ടൂറ്, ബസ്, നമ്മുടെ പാക്കേജസ്. അപ്പോൾ ആദ്യം പറയട്ടെ, നമ്മൾ ഈ ടൂർ ഫുള്ളി കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ട്വിലൈറ്റ് എന്ന് പറയുന്ന പാക്കേജാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കാരണം പാക്കേജുകാർ ഒരുപാട് എഫേർട്ട് ഇത് നല്ലതൊക്കെ എടുത്ത്. കാരണം നമ്മൾ കോളേജിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ കർണാടക സ്റ്റേറ്റിൽ ഹർത്താലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ഒരു ഡിസിഷൻ മാറ്റി വയനാടാക്കി. എന്തോ പറയണ്ട, വേറെ ആരായിരുന്നെങ്കിലും ഒന്ന് ഇതായി പോയേനെ. പക്ഷേ എല്ലാം അതേ രീതിയിൽ തന്നെ നല്ല അടിപൊളിയാക്കി നല്ല ചെയ്തു തന്ന് അതിന് അവർക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഞാൻ അവരുടെ നമ്പറാണ് ഇവിടെ കൊടുത്തേക്കാം. എന്തുണ്ടെങ്കിലും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും. നല്ലോണം എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട്. അത് മാത്രമല്ല നമ്മളെ കാളി ബസ് നല്ല സംഭവമായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടുപോയ നമ്മളെ മിസ്സും സാറും എല്ലാവർക്കും ഭയങ്കര നന്ദി. അപ്പോൾ നമ്മുടെ ചാനലിലാണ്ട് ഈ 3 പാർട്ടായിട്ട് വരുന്ന ഈ സീരീസ് താണ്ട് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഈ ലാസ്റ്റ് വന്ന ഈ വീഡിയോയിൽ എനിക്ക് സൗണ്ടും ഒന്നുമില്ലായിരുന്നു. കാരണം മൈസൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ ദേഹവും എല്ലാം പോയി, തൊണ്ടയും പോയി. അത് മാത്രമല്ല വേറെ കുറേ വിഷ്വൽ എടുക്കായിരുന്നു. പക്ഷേ അതിലും വയ്യായിരുന്നു. അതിലും എന്നെക്കാട്ടിയും വയ്യാണ്ട് ബസ്സിൽ കിടക്കുമായിരുന്നു. അതേക്കൊണ്ട് ഒരുപാട് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ